സ്വയംവരത്തിലൊരു വലിയൊരു സംവിധായകൻ ഉരുത്തിരിഞ്ഞെങ്കിൽ കൊടിയേറ്റത്തിൽ വലിയൊരു നടനാണ് ഉരുത്തിരിഞ്ഞത്. പക്ഷേ പിന്നീട് സാധാരണ അടൂർ സാറിൻ്റെ പതിവിൽ ഈ നടനൊക്കെ പിന്നീട് വരേണ്ടതാണ്. പക്ഷേ പിന്നീട് അത് വന്ന് കാണുന്നില്ല. ചിലർക്ക് പ്രശസ്തി വലിയ ദോഷം ചെയ്യും. ഞാൻ ആ ചോദ്യം വളരെ മയത്തിലാണ് ചോദിച്ചത്. അതെ അതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ അവിടുത്തെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ, ചിത്രലേഖ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ ചില പങ്കുചേരലുകളൊക്കെ. ഭരത് ഗോപി താങ്കളുമായിട്ട് ഇടഞ്ഞു? എന്നോട് ഇടഞ്ഞിട്ടൊന്നുമില്ല, ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഒരിക്കലും നിങ്ങൾ ഒരു തരത്തിലും മുഷിച്ചിട്ടില്ല? പക്ഷേ എൻ്റെ പിന്നിൽ പുള്ളി പല പരിപാടികളും അവിടെ ഇങ്ങനെ ഈ സ്ഥാപനത്തിനകത്ത് താങ്കളുടെ വിരുദ്ധ ഗ്രൂപ്പുമായി ചേർന്നു. എനിക്ക് ഗ്രൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, താങ്കൾ എതിർക്കുന്നവരുമായിട്ട് ഞാനത് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ആ ഒരു സിനിമയിൽ മാനസികമായിട്ടാകുന്നു. അതല്ല, ഗോപി മരിക്കുന്ന ഒരു ഏതാനും മാസം മുമ്പ് എന്നോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാത്തതിൻ്റെയും. കാരണം എല്ലാ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരികയായിരുന്നു. ലേറ്റ് നൈറ്റ് അവസാനത്തെ ബസ്സിലാണ് പുള്ളി തിരിച്ചു വീട്ടിൽ പോകുന്നത്. അന്നൊക്കെ എൻ്റെ വൈകുന്നേരങ്ങൾ മുഴുവനും പുള്ളി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എന്നിൽ നിന്ന് പലതും മനസ്സിലാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരട്ടെ എന്ന് പറയും. വർത്തമാനം പറയുമ്പോൾ നമ്മളിങ്ങനെ തുറന്നെല്ലാം പറയുമല്ലോ. അങ്ങനെ ഇരുന്ന ഒരു കഥാപാത്രമാണ്. ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ആരും കഴിച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഞാനത് വിട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ എൻ്റെ പിന്നിൽ പല സംഗതികളും നടന്നിരിക്കാം. 6 മാസം മുമ്പെങ്കിലും ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാത്തതിൻ്റെയും ഒക്കെ ദോഷവും നഷ്ടവും ഒക്കെ എനിക്കാണ് എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് വളരെ, ഞാൻ പഴയ ഗോപിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അടൂർ സാറേ, ഈ സിനിമയ്ക്ക് ഈ സിനിമ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തമ്മിലൊരു ചെറിയ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ്? അങ്ങനെയൊന്നുമില്ല. അല്ല, സിനിമ പൂർത്തിയായ ശേഷമാണോ ഇതിന്റെ? അതുമില്ല. പക്ഷെ ഈ ഗോപി അറിയപ്പെടാൻ തുടങ്ങിയത് കൊടിയേറ്റം ഗോപി എന്നാണ്. അതെ, അത് മാറ്റാൻ വേണ്ടിയാണ് അയാൾ പോയിട്ട് ഈ ഭരത് ഗോപി എന്ന് പേര് വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഗോപിക്ക് ഭരത് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടില്ല. ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഭരത് എന്ന് പറഞ്ഞ ഒരു പേര് വെച്ചിട്ട് അവാർഡ് കൊടുത്തത് 2-3 കൊല്ലം അതെടുത്ത് കളഞ്ഞിരുന്നു. അതെ, അടുത്ത് കളഞ്ഞു. അതെ. പക്ഷേ പുള്ളിക്ക് കൊടിയേറ്റം ഗോപി എന്നുള്ള അഡ്രസ്സ് കളയാൻ വേണ്ടിയിട്ടാണ് ഭരത് ഗോപി എന്നായത്. പക്ഷെ പിന്നീട് നാഷണൽ അവാർഡൊന്നും ഗോപിക്ക് കിട്ടിയില്ല. അപ്പോൾ കൊടിയേറ്റം അവിടെ സ്റ്റാമ്പായിട്ട് കിടന്നു. ആരെങ്കിലും ഒക്കെ പറഞ്ഞില്ലേ അടൂർ സാറിനോട്, ഗോപിയെ വെച്ച് ഒരു സിനിമയും കൂടെ വേണ്ടതില്ലേ? പക്ഷെ താങ്കൾക്ക് വളരെ വ്യക്തതയുണ്ട്. അങ്ങനെ ആരും പറഞ്ഞില്ല. പിന്നെ ഗോപിക്ക് ചേരുന്ന റോളുകളും വന്നില്ല. അങ്ങനെയുണ്ട്. സാറിന്റെ ചിരിയിലെല്ലാം ഉണ്ട്.